ഫ്രണ്ട്സ് എല്ലാവർക്കും ഗോൾഡിൻ്റെ അപ്ഡേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഗോൾഡിൻ്റെ അപ്ഡേഷൻ വീഡിയോ ട്യൂസ്ഡേ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലല്ല, യൂട്യൂബിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് സസ്പെൻഡായി കിടക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ വീഡിയോകളൊക്കെ ഇടുന്ന കുറച്ച് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് എടുത്തിട്ട് ഇടുന്നതാണ്. പക്ഷെ ഒരുപാട് പേർക്ക് ഗുണമുണ്ട്. 1500 2000 പേരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട്. ഒരുപാട് മെസ്സേജൊക്കെ എനിക്ക് അയക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഇനി ഇൻസ്റ്റയിൽ ഈ വീഡിയോ ഇതേപോലത്തെ വീഡിയോകൾ ഇടാൻ പറ്റില്ല. അപ്പോൾ ഫോറക്സ് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ചാർട്ട് വരച്ച് കാര്യങ്ങൾ ഇടുന്ന വീഡിയോ നമുക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിലാണ് ഇടുന്നത്. യൂട്യൂബിൽ എന്ത് പറ്റണമെങ്കിലും പറ്റട്ടെ, എനിക്കൊരു പ്രോബ്ലം ഇല്ല, ഡോണ്ട് വറി. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടാനും നിങ്ങൾക്ക് നല്ല ട്രേഡ് കിട്ടാനും വേണ്ടിയാണ്. അത് എൻ്റെ സ്റ്റുഡൻസിനല്ല, എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ സ്റ്റുഡൻസിനാണെങ്കിൽ എനിക്ക് പ്രൈവറ്റായിട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ നമ്മളൊരു ഉപകാരം ചെയ്യുന്നതാണ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻ, ചില ആളുകൾ നമ്മൾക്ക് എഗെയിൻസ്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അവർക്ക് ചിലപ്പോൾ നമ്മൾ എന്തെന്നാണോ വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ നമുക്കൊരു പ്രോബ്ലം ഇല്ല. എൻ്റെ മെയിൻ വരുമാനം ട്രേഡിങ്ങിൽ നിന്നാണ്, ഒരിക്കലും കോഴ്സിൽ നിന്നല്ല. അതുകൊണ്ട് എനിക്കൊരു പ്രോബ്ലം ഇല്ല. നമുക്കെന്നാലും ഇൻസ്റ്റയൊക്കെ ഇച്ചിരി കൂടി ആക്റ്റീവായിട്ട് ഇച്ചിരി കൂടി ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ വേറൊരു പുതിയൊരു ഇൻസ്റ്റാ പേജും കൂടി തുടങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ മിക്ക ഇങ്ങനെയുള്ള വീഡിയോകളെല്ലാം നമ്മളുടെ യൂട്യൂബിലായിരിക്കും, യൂട്യൂബ് നിർത്തുന്നത് വരെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോൾഡിൻ്റെ അപ്ഡേഷൻ വീഡിയോയിലേക്ക് വരാം. ഡെയിലി പ്രൈസ് നല്ല ബുള്ളിഷാണ്. അപ്പോൾ ഇന്നലെ പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് വന്നു. ഞാൻ എടുത്ത് പറഞ്ഞത് ആ വീക്കിലി അനാലിസിസ് ബൈ എൻട്രികൾ മാത്രം എടുക്കാൻ പാടുന്നു. പക്ഷേ നമ്മളെന്നാലും ചില ബൈ എൻട്രികൾ എടുക്കുമ്പോൾ ചെറുതായിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഒന്ന് ബിയറിഷിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് 4 hour ഡേയിലൊന്നും നമുക്ക് എൻട്രി സെറ്റപ്പുകളൊന്നും ഇല്ല. നമുക്ക് നേരെ 4 hour ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൈസ് ഈ ഒരു IFC ക്യാൻഡിൽ പ്രൈസ് ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് ഇപ്പോൾ നല്ലൊരു ബിയറിഷിലേക്ക് ഇറങ്ങോ എന്നുള്ള രീതിയിൽ നിൽക്കണേ. പക്ഷേ പ്രൈസ് തിരിച്ച് കയറുന്നുണ്ട്. 1 hour ഐഡിയം എടുത്തിട്ടാണ്. 1 hour ഐഡിയം എടുത്ത സമയത്ത് ആദ്യം നല്ല 50 മിനിറ്റിലൊരു കൺഫർമേഷൻ തന്നു. അതിൽ സ്റ്റോപ്പ് ലോസ് ചെയ്ത് വീണ്ടും നെക്സ്റ്റിലാണ് പ്രൈസ് കയറുന്നത്. പക്ഷേ ഞാൻ അതിന് മുമ്പ് ഈ ട്രേഡ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞതാണ് ഈ ഹൈ എടുക്കാനുള്ള ചാൻസ് കുറവാണെന്ന്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് നമുക്കതിൻ്റെ മൂവ്മെൻറ്റ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഓൾ ടൈം ഹൈ ഹിറ്റ് വെക്കരുതെന്ന് പറഞ്ഞത് മോർണിംഗിൽ തന്നെ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഏകദേശം നമ്മുടെ ടാർഗറ്റ് എല്ലാം ഹിറ്റ് ചെയ്തു. പക്ഷേ ആ ഹൈ ലിക്വിഡേറ്റ് ചെയ്യാതെയാണ് പ്രൈസ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ലിക്വിഡേറ്റ് ചെയ്ത് ഇറങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യാതെ ഇറങ്ങാം. എന്നുവെച്ചാൽ ഓൾ ടൈം ഹൈ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ 1 hour നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 976 ഇതിലേക്കാണ് പ്രൈസ് ഓപ്പൺ ചെയ്തേക്കുന്നത്. 80 മേലെ പ്രൈസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 4030 വരെ പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് കയറി വന്നു, ഇപ്പോൾ 60 മേലെ പ്രൈസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് കയറിപ്പോൾ ഇത് വീണ്ടും വന്ന് ഇനി എങ്ങാനും പ്രൈസ് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് ന്യൂയോർക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത്, ന്യൂയോർക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 80 മേലിൽ പ്രൈസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 4030 വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത ട്രേഡ് ഒരു 50% മേൽ പ്രോഫിറ്റ് എടുത്തിട്ട് വേണം ഈ 4030 എന്ന് പറഞ്ഞാൽ 20 കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടാർഗറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 50 മിനിറ്റിൽ ഞാൻ എടുത്തു പറയാം, നമുക്ക് നല്ലൊരു IFC ക്യാൻഡിൽ 50 മിനിറ്റിൽ കണ്ടായിരുന്നു. പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് ഇത് കഴിഞ്ഞ ദിവസവും ഇതേപോലെ, കഴിഞ്ഞ ആഴ്ചയും ഇതേപോലെ 50 മിനിറ്റിൻ്റെ നല്ലൊരു ക്യാൻഡിൽ വന്ന് അത് ബ്രേക്ക് ചെയ്തിട്ടാണ് പ്രൈസ് എന്ത് ചെയ്ത് തിരിച്ച് കയറിയത്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ തൊട്ടടുത്ത് വരെ ബ്രേക്ക്. അപ്പോൾ ചില ബ്രോക്കേഴ്സിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 50 മിനിറ്റിൻ്റെ 1-2 എണ്ണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും നമുക്ക് ഇതേപോലെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് ട്രേഡ്സുകൾ നമ്മളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ട്രേഡ്സും ആ രീതിയിൽ എടുത്തത്. കണ്ടോ, അത് ഇവിടെ 50 മിനിറ്റ് നല്ലൊരു ക്യാൻഡിൽ വന്നു, അതിനുശേഷം അടുത്ത ഓബിൽ വന്ന് കയറി. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു എൻട്രിയിൽ ഞാൻ കയറിയില്ല. പക്ഷേ ഈ ഒരു എൻട്രിയിൽ ഞാൻ കയറി നെക്സ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല. ഞാൻ അവിടെ ഒരു 50 മിനിറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ ലിക്വിഡേറ്റ് ചെയ്ത് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാനേജ് ചെയ്യാമെന്നുള്ള രീതിയിൽ വെച്ചു. പക്ഷേ ഫസ്റ്റ് ടാർഗറ്റും കിട്ടി, സെക്കൻഡ് ടാർഗറ്റും കിട്ടി, തേർഡ് ടാർഗറ്റ് ഇതാണ്. ഫോർത്ത് ടാർഗറ്റ് ഒരു 20-25% മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഒരു 420 വരെ വെക്കുകയുള്ളൂ. അപ്പോൾ ബൈ തന്നെ നോക്കുക. അല്ല നിങ്ങൾക്ക് ഇവിടെയൊക്കെ ലിക്വിഡേറ്റ് ചെയ്ത് നല്ലൊരു 30 മിനിറ്റ് അതേപോലെ 50 മിനിറ്റ് നല്ലൊരു IFC ക്യാൻഡിൽ 1 hourൻ്റെ നല്ല IFC ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെല്ലെടുക്കാവുന്നതാണ്. പക്ഷേ പ്രീവിയസ് ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത കൂടുതലല്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു സപ്പോർട്ട് ചെയ്യുക. നമുക്ക് യൂട്യൂബിൽ നല്ല ഉഷാറായിട്ട് നമുക്ക് ഇനി ഇതേപോലത്തെ അപ്ഡേഷൻ വീഡിയോകൾ മിക്ക ദിവസവും വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇനി നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ നല്ല ട്രേഡിംഗ് ഐഡിയാസും നിങ്ങൾക്ക് നല്ല ട്രേഡ് എടുക്കാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പുള്ള വീഡിയോകളും ഞാൻ ഇതിനകത്ത് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഈ വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.